എ വോം വെൽക്കം ടു ഓൾ. നമ്മുടെ പെണ്ണികേസ് ടീമിൻ്റെ ഹോൾ ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ, സംവിധായകൻ, അഭിനേതാക്കൾ, സാങ്കേതിക പ്രവർത്തകർ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. E4 എക്സ്പീരിയൻസിൻ്റെ പുതിയ ചിത്രമായ പെണ്ണികേസ് ഇന്ന് വൈകിട്ട് മുതൽ തിയേറ്ററുകളിൽ എത്തുകയാണ്. സോ ചിത്രത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ചിത്രത്തിൻ്റെ ഡയറക്ടറായ ഫെബിൻ സാറിനെ സ്വാഗതം ചെയ്യാം. ആദ്യമായിട്ട് എല്ലാവരോടും നന്ദി പറയുന്നു. ഞങ്ങൾ ക്ഷണം സ്വീകരിച്ചിട്ട് ഇവിടെ വന്ന എല്ലാവരോടും, എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും. പെണ്ണികേസ് നാളെ റിലീസാവുകയാണ്. അപ്പം ഇന്ന് രാത്രി ഒരു 7 മണിക്ക് സോഫ്റ്റ് ലോഞ്ച് എന്ന രീതിയിൽ ഒരു പ്രീമിയർ ഷോ ഉണ്ട്. അപ്പം ഒരു കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം, ഇതിലേക്ക് കൊടുക്കാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഏറ്റവും പുതിയ സിനിമ പെണ്ണികേസ് നാളെ റിലീസാവുകയാണ്. ഇന്ന് വൈകുന്നേരം മുതൽ നമ്മളൊരു പ്രീമിയർ ഉണ്ട്, ഒരു പെയ്ഡ് പ്രീമിയർ തൊട്ട് തുടങ്ങുകയാണ്. അപ്പോൾ നാളെയാണ് ആക്ച്വലി ഒഫീഷ്യൽ റിലീസ് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ചെയ്ത സിനിമയാണ്. ഹക്കീമുണ്ട്, ഞാനുണ്ട്, ഷാദക്ക, അജു ചേട്ടൻ, രമേശ് പിഷാരടി, അങ്ങനെ ഒരുപാട് കാസ്റ്റ് ഉണ്ട് ഈ സിനിമയിൽ. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സിനിമ റിലീസാവുകയാണ്. ഇന്ന് വൈകിട്ട് 9-ാം തീയതി വൈകിട്ട് 7 മണി തൊട്ട് പെയ്ഡ് പ്രീമിയർ എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളൊരു സോഫ്റ്റ് ലോഞ്ച് പോലെ തിയേറ്ററിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ബുക്ക് മൈ ഷോയിൽ കയറി തുടങ്ങിയിട്ടുണ്ട്. ബാക്കി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല ഇർഷാദ് ഒന്നുമില്ല. നമ്മൾ ഡേറ്റ് 16 പ്ലാൻ ചെയ്തത് പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റിയതിൻ്റെ ഒരു ധൃതിയൊക്കെ ഞങ്ങളിലുണ്ട്. ആ രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടാവാം. കാരണം എല്ലാവരും 16-ാം തീയതിയാണ് ഈ സിനിമ റിലീസ് നേരത്തെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കഴിയാവുന്ന രീതിയിൽ നിങ്ങളുടെ സഹകരണം ഉണ്ടാകുമെന്ന് അപേക്ഷിക്കുകയാണ്. താങ്ക് യു. നല്ല ചോദ്യങ്ങളൊക്കെ കിടക്കല്ലേ? പോരെ, നിങ്ങൾ ഇൻട്രസ്റ്റ് പോരെ? പെണ്ണികേസ് നമ്മുടെ നാട്ടിലേക്ക് സാധാരണ കേൾക്കുന്ന ആ ഒരു പെണ്ണികേസല്ല. പക്ഷെ ഒരു പെണ്ണ് പ്രതിയാവുമ്പം എല്ലാ മാധ്യമങ്ങളും അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലോ പെണ്ണ് സ്ത്രീ ഒരു കേസിൽ പെട്ടുപോകുമ്പോൾ പറയുന്നൊരു പേര്. ആ രീതിയിലാണ് അത് ക്യാച്ച് ചെയ്ത് തോന്നി. അങ്ങനെയാണ് പെണ്ണികേസിന്റെ പേരിലേക്ക് വന്നത്. പെണ്ണികേസ് എന്ന് പറയുമ്പോൾ ഒരു പുരുഷൻ പെണ്ണികേസിൽ പെടുമ്പോഴാണ് പെണ്ണികേസ് എന്നുള്ള പേരിൽ ഇവിടെ വ്യാഖ്യാനിക്കാറുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇവിടെ പറയാറുള്ളത്. പക്ഷെ ഇവിടെ ഒരു പെണ്ണ് ഉണ്ടാക്കുന്ന കുറെ കേസിന്റെ പിറകെ കുറെ പുരുഷന്മാർ പോകുന്നതാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെയുമുണ്ട് ഈ ആ പെണ്ണികേസ് എന്ന പ്രയോഗത്തിനുള്ള നിർവചനം. ആദ്യത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു റിയൽ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കഥയുടെ തുടക്കം ഉണ്ടാകുന്നത്. ഈ അടുത്ത വന്ന വാർത്തകളൊക്കെ അതിനു മുന്നേ ഒരുപാട്, എനിക്കൊന്ന് 2007 കാലഘട്ടങ്ങളിൽ ഒരു സ്ത്രീ നടത്തിയ തട്ടിപ്പായിരുന്നു ഈ കഥയുടെ പ്രചോദനം എന്ന് പറയുന്നത്. ഇപ്പം കോമഡിയാണ് സിനിമ എന്ന് പറയുമ്പോൾ സിറ്റുവേഷണൽ കോമഡിയാണ്. അതേപോലെ ഒരു ഇമോഷണൽ ഡ്രാമ കൂടി ഇതാണ് ഈ പടത്തിലുണ്ട്. എനിക്കിതിനകത്ത് പ്രത്യേകമായിട്ട്
പെർസ്പെക്റ്റീവ് അല്ല എന്നുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം. എല്ലാവർക്കും അതങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് നമ്മളെപ്പോഴും കാണുന്നത് പോലെ അങ്ങനെ ഭയങ്കര എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള അങ്ങനത്തെ പെൺകുട്ടികളെ നമ്മൾ കാണുമ്പോൾ അങ്ങനെ എല്ലാ യൂഷ്വലി സിനിമകളിൽ വരുന്നത് പോലെ അല്ല എന്നുള്ളതായിരുന്നു എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. അപ്പം അത് കേട്ടപ്പം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ത്രെഡ് നല്ലതായിരുന്നു. നല്ല കുറെ കാസ്റ്റ് ഈ പറയുന്ന ആൾക്കാരൊക്കെ കൂടെ വന്നപ്പോൾ അത് നന്നായി തന്നെയാണ് വിചാരിക്കുന്നത്. ക്രെഡിറ്റ് ചെയ്തൊന്നും കുഴപ്പമില്ല, നല്ലതല്ലേ? എല്ലാ സിനിമകൾക്കൊക്കെ ഉള്ള പോലത്തെ കഥയൊക്കെ തന്നെയാണ്. വലിയ ഭയങ്കരമായിട്ട് മാറ്റങ്ങളൊന്നും പറയാനില്ല. പക്ഷെ അതേപോലെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ഒരു ഫാക്ടറായിരുന്നു. നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു നമ്മുടെ പെർസ്പെക്റ്റീവ് കഥയല്ല എന്നുള്ളതായിരുന്നു എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. പിന്നെ അത് മാത്രമല്ല, ഇതൊരു ഫീമെയിൽ സെൻട്രിക് സിനിമ എന്ന് പറയുന്നതിലും ഇത് ഈ കേസിൽ പെട്ടുപോകുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഒരു സ്റ്റോറി ഉണ്ടെന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്നുള്ളത്. എൻ്റെ ക്യാരക്ടറാണ് ഇതിനകത്ത് ഈ നീല ഉണ്ടാക്കുന്ന ക്യാരക്ടറിന്റെ കേസ് എല്ലാം അന്വേഷിച്ച് അതിന്റെ സത്യം എന്താണെന്ന് കണ്ടെത്തുന്നത്. ബാക്കി പറഞ്ഞ പോലെ ഫെമിലിനോട് ഇതൊരു ഒരു വർഷം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതലേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എനിക്ക് യൂണിഫോം ഇട്ട് ഒരു പോലീസ് പരിപാടി സ്ക്രീനിൽ ആദ്യമായിട്ട് ഇതിനകത്താണ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടാവും. പിന്നെ നമ്മൾ കാണുന്ന ഒരു ഭയങ്കര പോലീസ് എന്ന് പറഞ്ഞ് കാണുന്ന ഒരു രീതിയിലല്ല എൻ്റെ ക്യാരക്ടറിന്റെ ആർക്ക് കിടക്കുന്നത്. പുള്ളി ഒരു അത്യാവശ്യം സൗമ്യനായ നല്ലവനായിട്ടുള്ള ഒരു പോലീസുകാരനാണ്. സത്യസന്ധനായിട്ടുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതൊക്കെയാണ് എന്നെ ഭയങ്കരമായിട്ട് ഇതിനകത്ത് ഇത് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. പുരുഷന്മാരും സുരക്ഷിതരല്ലെന്ന് പറയാൻ പറ്റില്ല. അതെ, ഏത് തരത്തിലാണോ വ്യക്തിമാക്കപ്പെടുന്നത് അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പുരുഷന്മാർ മാത്രം നല്ലതാണെന്ന് പറയുന്നു, സ്ത്രീകൾ മാത്രം നല്ലതാണെന്ന് പറയാനും പറ്റില്ല. ചില കേസസ് ഉണ്ട്, സ്ത്രീകൾ പ്രതികളായി വരുന്ന കേസസ് ഉണ്ട്. ഇപ്പം നമ്മൾ കൂടത്തായി കേസുണ്ട്, അങ്ങനെ അല്ലെങ്കിൽ കുറെ അതുപോലെ റെഫറൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ അങ്ങനെയുള്ള കേസുകളുണ്ട്. അപ്പം അതിലും ഈ പറയുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ ഈ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാണ് എന്നുള്ളത് ഉണ്ട്. അതിനകത്ത് ഇപ്പൊ ഇവരാണോ നല്ലത് അവരാണോ നല്ലത് ആരാണ് സേഫ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. രണ്ടുപേരും ആരും അത്ര സേഫ് അല്ല എന്ന് പറയാം. അതേ പെർസ്പെക്റ്റീവ് സ്ത്രീക്ക് ഉണ്ടായിക്കൂടെ? അവരനുഭവിക്കുന്ന കാര്യങ്ങളും ഈ പറയുന്നത് ഒരു സ്ത്രീയാണ് അതിനകത്ത് വ്യക്തി എന്നുണ്ടെങ്കിൽ അവർക്കും അതൊക്കെ ഉണ്ടാവാമല്ലോ. പക്ഷെ അവരുടെ കൂടെ നമ്മൾ നിയമം നിൽക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. നിയമം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
തോന്നുന്നത്. നിയമം മാറ്റിയതിൻ്റെ വരുമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രിവിലേജ് ആക്ച്വലി സ്ത്രീകൾക്ക് വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു ഐഡന്റിറ്റി പ്രശ്നത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ എല്ലാ കേസസിലും ഐഡന്റിറ്റി റിവീൽ ചെയ്യരുത് എന്നുള്ളതില്ല. അബ്യൂസീവ് ആയിട്ടുള്ള കേസസിൽ മാത്രമേ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റ് കേസുകളിൽ സ്ത്രീകളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതിരിക്കുന്നത് ഒരു സെക്ഷൽ അബ്യൂസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസസ് വരുമ്പോഴാണ് ഐഡന്റിറ്റി റിവീൽ ചെയ്യരുത് എന്ന് പറയുന്നത്. അപ്പം അതിൽ അവരുടെ ലക്ഷ്യം ഉണ്ടാവുമ്പോൾ അവരുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നതാണ് നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ കഥ എഴുതിയപ്പോൾ ഈ ഇപ്പോ നിൽക്കുന്ന ആരാണ് ഏറ്റവും ബെറ്റർ എന്നാണല്ലോ നോക്കുന്നത്. അതിൽ തന്നെയാണ് നിങ്ങൾ ബെറ്റർ ചോയ്സ് ആയിട്ട് തോന്നി. അത് തന്നെ പറയുന്നത് എന്താ പറയുന്നതിനെ കുറിച്ചിട്ട് ധാരണയുണ്ടോ? സിനിമ കണ്ടിട്ടില്ലല്ലോ. ഇല്ല, പെണ്ണ് കേസെന്നുള്ള ടൈറ്റിൽ അറിയാം. ഒരു സ്ത്രീ ഒരു കുറെ പേര് ചതിച്ചു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. അത് സിനിമ കണ്ട ശേഷമാണ് അതിനുള്ള കൃത്യമായ ഉത്തരം പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഈ പക്ഷത്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് ഒന്നുമില്ല. ഇന്ന പക്ഷത്ത് സ്ത്രീപക്ഷത്ത് നിന്നിട്ടാണ് അല്ലെങ്കിൽ പുരുഷപക്ഷത്ത് നിന്നിട്ടാണ് ഈ സിനിമ പറയുന്നതല്ല. അതാണ് പറഞ്ഞതിന്റെ ഉത്തരവും. ഒരു പക്ഷം പിടിക്കുന്നതല്ല ഈ സിനിമ പറയുന്നത്. ഇവരൊക്കെ മീഡിയ അല്ലേ? അങ്ങനെ ചർച്ച ചെയ്യപ്പെടാത്തത് എന്തുകൊണ്ടായിരിക്കും? ചിലപ്പം ഒരു പക്ഷം മാത്രം കേൾക്കുന്നു എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് ഉള്ളതുകൊണ്ടായിരിക്കില്ലേ? അതിപ്പം ഒരു മെയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഫീമെയിൽ പെർസ്പെക്റ്റീവും കൂടെ കേൾക്കണം എന്ന് പറയുന്നതിന് നമ്മളതിനെ ഈക്വലൈസ് ചെയ്യാന്നുള്ളതേ പറയുന്നുള്ളൂ. അതിന് ഇന്ന പക്ഷം പിടിക്കണം അല്ലെങ്കിൽ പുരുഷപക്ഷ സിനിമകളോട് ഉണ്ടാവരുതെന്ന് പറയുന്നില്ല. അങ്ങനെ നിങ്ങൾ പുരുഷപക്ഷ സിനിമകൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ പാരലലി സ്ത്രീകളുടെ കൂടെ കേൾക്കണം എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ ഒരു മെയിൽ ഇൻഡസ്ട്രി മാത്രം ഇവിടെ വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിലല്ലല്ലോ പറയുന്നത്. അപ്പൊ അത് ഈക്വൽ ആയിട്ടുള്ള സ്പേസ് ഉണ്ടാവണം എന്ന് പറയുന്നതിന് എനിക്കറിയില്ല, നിങ്ങൾ കേൾക്കുന്നതിന്റെ പ്രശ്നമായിരിക്കാൻ തോന്നുന്നു. അല്ല, അത് അതെ, സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഈക്വൽ ആയിട്ടല്ലേ കാണണ്ടേന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് പക്ഷവും കേൾക്കണമല്ലോ. ഒരു ഇൻഡസ്ട്രി മെയിൽ ഡോമിനന്റ് ആണ്. അപ്പൊ അവിടെ കുറച്ചും കൂടെ ഒരു ഇവരുടെ പെർസ്പെക്റ്റീവും കൂടെ കേൾക്കണമെന്ന് സ്ത്രീകൾ ആവശ്യപ്പെടുന്നത് തെറ്റ് പറയാൻ പറ്റില്ല. അതൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അതൊക്കെ അങ്ങനത്തെ വേർഷൻ ഓഫ് സ്ത്രീകളെ നിങ്ങൾ കണ്ടു. അങ്ങനെ അല്ലാത്ത സ്ത്രീകളും ഉണ്ട്. അവരെയും കൂടെ കൺസിഡർ ചെയ്യുമെന്ന് പറയുന്നത് അങ്ങനെ കൂടെ വരുമ്പോഴാണ് അതൊരു സിനിമയായിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു ആൾക്കാരെ മാത്രം പ്രീതിപ്പെടുത്തുന്ന തരം സിനിമയായി കൂടെ ആയിരുന്നില്ല എന്നുള്ളതായിരിക്കാം ചർച്ച എന്ന് എനിക്ക് തോന്നുന്നു. അത് നമ്മൾ കേൾക്കുന്നതിന്റെ പ്രശ്നമാണ്. അങ്ങനെ വയലൻസുള്ള സ്ത്രീകൾ കാണിക്കരുത് എന്നുള്ളത് അവർ പറയുന്നുണ്ടാവില്ല. നമ്മളത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെയാണ് സൊസൈറ്റിനെ എന്നുള്ളതായിരിക്കും കൺസിഡർ ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ചില
ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നുള്ളത് അത് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിനിങ്ങനെ ഒരു കൺക്ലൂഷനൊന്നും ഉണ്ടായിട്ടില്ല. അതിപ്പോൾ പുരുഷന്മാരുടെ കാര്യത്തിൽ പറയുന്നില്ലേ, അതിപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമല്ല, പുരുഷന്മാരുടെ കഥാപാത്രങ്ങളിൽ നമ്മൾ ഏത് സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു നായകനുണ്ടാവാം, പ്രതിനായകനുണ്ടാവാം, അങ്ങനെ ആയിരിക്കുമല്ലോ പുറത്ത് നമ്മൾ സിനിമ കാണുമ്പോൾ കൂടുതൽ ഉണ്ടാവും. ചിലതിൽ സിറ്റുവേഷൻസ് ആയിരിക്കാം വില്ലൻ, അല്ലെങ്കിൽ ചിലത് ഒരാളായിരിക്കാം വില്ലൻ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെയുള്ള പെർസ്പെക്റ്റീവുകളുണ്ട് എന്നുള്ളതായിരിക്കും പറയുന്നത്. എനിക്ക് അതിനകത്ത് നമ്മളത് കുറേ വർഷങ്ങളായി ചർച്ച ചെയ്യുകയും അതിനൊരു കൺക്ലൂഷൻ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്ക് എത്തിപ്പെടുമായിരിക്കും, കാരണം നമ്മളിപ്പോൾ ഒരുപാട് സിനിമ എന്നുള്ള രീതിയിൽ ഒരുപാട് മാറിയതുകൊണ്ട് എത്തിപ്പെടുമായിരിക്കും എന്ന് വിശ്വസിക്കും. അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണ്. കാരണം നമ്മൾ ഈ കഥ എനിക്ക് കഥ തന്നെയായിരിക്കും, അത് തന്നെയാണ്, അത് സ്ക്രിപ്റ്റ് തന്നെയാണ് എൻ്റെ ഫലം. ഞാനൊരു നല്ലൊരു കഥ പറച്ചുകാരനൊന്നുമല്ല, സ്ക്രിപ്റ്റ് കൊണ്ട് തന്നെയാണ്. ഇതങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് കോമഡി പടമല്ല. ഇതൊരു ആൾക്കാരുടെ സിറ്റുവേഷനാണ് അതിനകത്ത് കോമഡി ആയിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യുക. അപ്പം എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെയാണ്, ബാക്കിയുള്ളവർക്ക് കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നുമെന്ന് പറയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ കിടന്നു പോകുന്ന ആൾക്കാരാണ്. അങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു കോമഡി സിനിമയല്ല. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്, കുറച്ച് കോമഡി സീക്വൻസുകളുണ്ട് എന്നല്ലാതെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു എൻ്റർടൈനർ സിനിമയാണ്, കോമഡി സിനിമയല്ല. അല്ല, മൾട്ടിപ്പിൾ കല്യാണം കഴിക്കുന്ന ഒരാളാണ്. ഞാൻ കണ്ടിട്ടില്ല, ഇല്ല. റെഫറൻസുകൾ ഉണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ഇഷ്ടംപോലെ വാർത്തകൾ വരാറുണ്ടല്ലോ, കല്യാണ തട്ടിപ്പ് നടത്തുന്ന പുരുഷന്മാരെ പറ്റിയും സ്ത്രീകളെ പറ്റിയുള്ള വാർത്തകളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം മറ്റേ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനെ പറ്റിച്ചൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ ഒക്കെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ യൂണിറ്റിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് ഇതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് അതൊരു റെഫറൻസ് ആയിരുന്നു. അതൊരു വാർത്ത വന്നപ്പോൾ അത് നമുക്കൊരു റെഫറൻസ് ആയിരുന്നു. അവർ ചെയ്തിരുന്ന കാര്യങ്ങളും അങ്ങനെ യൂഷ്വലായിട്ട് ഇവർക്കെല്ലാം ഒരു പാറ്റേൺ ഉണ്ടാവും. ആ പാറ്റേൺ ആണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തത്. നമ്മൾ റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ പറ്റിച്ചു പോകുന്ന ആരെയും, ഞാൻ കല്യാണം കഴിച്ച് പറ്റിച്ചു പോകുന്ന ആരും കണ്ടിട്ടില്ല. റിലേഷൻഷിപ്പിൽ ഇപ്പം നമുക്കത് പറ്റിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണ്. വേണമെങ്കിൽ നേരിടാം. അല്ല, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ നമ്മളൊരു സമൂഹത്തിനൊരു ഉപദേശം കൊടുക്കുക അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുക എന്ന് പറയുന്ന രീതിയിലുള്ളൊരു സിനിമയായിട്ടല്ല നമ്മളിതിനെ കണ്ടത്. ഒരു എൻ്റർടൈനർ പർപ്പസ് സിനിമയാണ്. നിങ്ങളിത് കണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും എടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അതിപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു എക്സ്പീരിയൻസ് ഇനി ഉണ്ടാവരുത് എന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അതിനൊക്കെ ഒരു റെഫറൻസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറയാം, അല്ലാതെ ഇപ്പോൾ ഒരു മെസ്സേജ് കൊടുക്കണം എന്നുള്ള ഉദ്ദേശമോ അങ്ങനെയില്ല. ഇതൊരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം പോലെ നമുക്ക്
പറയാൻ പറ്റില്ല. ഇത് കറക്റ്റ് ഇതിന് ഉത്തരം പറയാൻ പറ്റിയ ഫെബിനായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ട്രാക്കുണ്ട് ഈ പടത്തിൽ. അപ്പോൾ അതിലൂടെയാണ് ഇതിൻ്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെന്തായാലും ഉണ്ട് ഇതിനകത്ത്. ഈ പറഞ്ഞ പോലെ വേറൊരു പെർസ്പെക്റ്റീവ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അല്ല, അത് ഞാനിതുവരെ പടം കണ്ടിട്ടില്ല. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് പടം കാണാൻ വേണ്ടി. അപ്പോൾ ഇതെങ്ങനെ വന്നു എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഞാൻ എൻ്റെ പോർഷൻ മാത്രം ഡബ് ചെയ്ത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു മീറ്ററാണ് ഇതിനകത്ത് എനിക്ക് കൊടുക്കാൻ സാധിച്ചത്. അപ്പോൾ അത് 4 കാലേ വീഴുമോ എന്നുള്ളത് ഓഡിയൻസാണ് പറയേണ്ടത്. എനിക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇല്ല, ഇതിപ്പോ പോലീസുകാർക്ക് താടി വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ താടി ഒബ്വിയസ്ലി നമ്മൾ ഷേവ് ചെയ്ത് കളയണമല്ലോ. പിന്നെ ഇയാൾ ഇതിനകത്ത് CA ആണ്. എന്നെക്കാളും എൻ്റെ ആക്ച്വൽ ഏജിനേക്കാളും കുറച്ചും കൂടെ ഏജ് കൂടുതലായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ഫെബിന് ഭയങ്കര നിർബന്ധമായിരുന്നു ഇത് വേണമെന്നുള്ളത്, ഈ ഒരു ലുക്ക് വേണമെന്നുള്ളത്. അങ്ങനെ കൊടുത്തതാണ്. തിരക്കഥ എഴുതി കഴിഞ്ഞ ശേഷമാണ് പേര് ടൈപ്പ് ആദ്യം അങ്ങനെയല്ല. അല്ല, സാധാരണ എല്ലാവർക്കും അത് എഴുതുക തന്നെ. ഒരു പ്രത്യേക പ്രോസസ് ചെയ്യുന്നില്ല. നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഒരു ത്രെഡ് കിട്ടി, ഒരു വാർത്ത കിട്ടി, അതിൽ നിന്നുള്ള ഇതായിരുന്നു എഴുത്ത് തുടങ്ങി. അത് കഴിഞ്ഞ ശേഷമാണ് ഈ പെണ്ണേഴ്സ് എന്നുള്ള പേര് ഒരു കൂട്ടായ ഒരു ആലോചനയിൽ കിട്ടിയതാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. അല്ല, കോമഡി അതിപ്പോ നമ്മുടെ പഴയ സിനിമകളിലൊക്കെ ഇത്തരം വലിയ സംഭവങ്ങളൊക്കെ കോമഡി കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പം പട്ടിണിയായാലും ഇപ്പം ഈ സന്ദേശം സിനിമയൊക്കെ സീരിയസ് ആണ്, സബ്ജക്റ്റ് വളരെ സീരിയസ് ആണല്ലോ. പക്ഷെ അത് നമുക്കുള്ളത് കോമഡി ആണ്. ഇത് ബേസിക്കലി ഒരു പെൺകുട്ടി നടത്തുന്ന വിവാഹ തട്ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമുക്കിത് കോമഡി കൂടെ തന്നെ പറയാം നല്ല രീതിയായിരുന്നു. എന്ന് പറയുന്നത് പലർക്കും പല മെത്തേഡുകളാണ്. ഇത് ബേസിക്കലി കല്യാണം കഴിക്കാൻ പറ്റിക്കാൻ, കല്യാണം കഴിയുന്നതൊക്കെ കല്യാണം കഴിഞ്ഞ് പോവുക എന്ന് പറയുന്നത് പോലെ ആണ്. അപ്പം അതിലേക്കുള്ള ട്രാക്കിൽ ഉണ്ട്. പക്ഷേ നമ്മളെ ചില കേസസിൽ കല്യാണം കഴിച്ചിട്ട് കുറച്ച് ദിവസമൊക്കെ നിന്നിട്ട് പോകുന്ന ആൾക്കാരുണ്ട്, മാസങ്ങൾ കഴിഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ പലർക്കും പല റെഫറൻസ് ആണെന്ന് തോന്നുന്നു, പലർക്കും പല കേസ് സ്റ്റഡി ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇതിലിപ്പോൾ കല്യാണം കഴിയുന്നത് വരെയുള്ള സമയമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഈ പറയുന്ന പോലെ പലതരത്തിലുള്ള ഇമോഷൻസിലൂടെ പലതരം ആൾക്കാരെ ഡീൽ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ പലതരത്തിൽ കോൺ ചെയ്യുക എന്ന് പറയുന്നതുണ്ട്.
എന്നെയാണോ ഉദ്ദേശിച്ചത്? എൻ്റെ ക്യാരക്ടറിനെയാണ്. ഞാൻ ഹെഡ് മാസ്റ്ററല്ല, പോലീസല്ല, ഞാനൊരു പൊളിറ്റീഷ്യനാണ്. അപ്പോൾ ഒരു പൊളിറ്റീഷ്യൻ്റെ ജീവിതത്തിലൊരു പെണ്ണ് കേസൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അപ്പോൾ അയാളുടെ രാഷ്ട്രീയ ഭാവി അതോടെ തകരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടങ്ങളൊക്കെ ഉണ്ടായത് അതിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. കെയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉണ്ടോ? അറിയില്ല കേട്ടോ. ഇയാൾക്ക് ഉണ്ടാവുന്നതാണ്. ഇയാൾ മുഖേന ഉണ്ടാവുന്ന പ്രശ്നമല്ലല്ലോ. ഇയാൾക്ക് ഉണ്ടാവുന്ന ഒരു പെണ്ണ് കേസാണ് ഉണ്ടാവുന്നത്. ഇപ്പൊ സമൂഹത്തിൽ ഇപ്പൊ നടക്കുന്ന കാര്യമല്ല അത്. അതായത് യാതൊരു ബന്ധമില്ല ഇത്. ഞങ്ങൾ ആക്ച്വലി 16-ാം തീയതിയായിട്ട് പ്ലാൻ ചെയ്തത്. ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പം, സ്ലോട്ട് കിട്ടിയപ്പോൾ, നല്ല അവസരം കിട്ടിയപ്പോൾ ചാടി പോകുന്നുള്ളൂ. ഇതിലെ കഥാപാത്രങ്ങളോട് സിനിമ കണ്ടാ അറിയാം. അല്ല, അത് നമ്മളിപ്പം ഈ സിനിമയെ പറ്റി കൂടുതൽ എന്തെങ്കിലും പറയുന്നതൊക്കെ സിനിമയുടെ കഥയുമായി ബന്ധപ്പെട്ട് വരുമെന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് റിവീൽ ചെയ്യൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് സിനിമ കാണുമ്പോൾ അറിയാം അവർക്ക് എങ്ങനെയാണ് ആൾക്കാരോടൊരു അറ്റാച്ച്മെൻറ്റ് എന്നുള്ളതൊക്കെ. ഇപ്പം ഇൻ കേസ് അങ്ങനെ ബാക്ക് സ്റ്റോറി ഇല്ല, ഇപ്പം നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് ഇപ്പം എല്ലാ സിനിമകളുടെയും കാര്യം എടുത്ത് നോക്കുമ്പോൾ ചിലത് ഹീറോ പെർസ്പെക്റ്റീവിൽ പറയുന്ന സിനിമകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ബാക്ക് സ്റ്റോറി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ റൈറ്റേഴ്സിൻ്റെ അടുത്തോ ഡയറക്ടേഴ്സിൻ്റെ അടുത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയും അവരുടെ, അതിപ്പം സിനിമയിൽ ഉണ്ടാവണമെന്നില്ല, ബിഹൈൻഡ് ദ സീൻ നമ്മളത് മനസ്സിലാക്കിയിട്ട് ആണ് ചെയ്യാൻ ശ്രമിക്കാറ്. അപ്പം സിനിമയിൽ ഇപ്പം നമ്മളെ എല്ലാം കാണിക്കാനുള്ളൊരു അവസ്ഥ ഇല്ല എന്നുണ്ടെങ്കിൽ അത് പറയാൻ പറ്റില്ല എന്നുള്ളതുണ്ട്. ചിലത് നമുക്ക് ബാക്ക് സ്റ്റോറി അതിന് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുന്ന സിനിമകളിൽ അങ്ങനെ ക്യാരക്ടറിന് അത് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചെയ്യാണ്ടിരിക്കാറുണ്ട്. എനിക്കറിയില്ല കേട്ടോ. അല്ല, അതിനകത്തിപ്പം അഭിപ്രായം പറയേണ്ടത് അത് എൻ്റെ എഴുത്തുകാരനും ഡയറക്ടറും ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവർ ക്രിയേറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ്. അപ്പം അവർക്കാണ് അതിൻ്റെ ഒരു ഫുൾ വേർഷൻ എന്തായിരിക്കും എന്നുള്ളതൊക്കെ അറിയാം. അവരായിരിക്കും അതിനോട് കൂടുതൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നതും അവർ തന്നെയായിരിക്കും. അപ്പോൾ അവരുടെ അഭിപ്രായമാണ് അതിനകത്ത് കേൾക്കേണ്ടതെന്നുള്ളതാണ്. അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മൂന്നാമതൊരാൾക്ക് അതിനകത്ത് അഭിപ്രായം പറയുന്നതിൽ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. അല്ലാതെ അത് ആ സമയത്തെ എന്തായിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അതിനോട് ഏറ്റവും നമ്മൾ ഇമോഷണലി കണക്റ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കേണ്ടതെന്ന് വിചാരിക്കുന്നു. അല്ലാത്തൊരു സമയത്ത്
എനിക്കറിയില്ല അതെങ്ങനെയായിരിക്കും ഫീൽ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അതിനോട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്ന ഒരു സ്പേസിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്, അത് അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും അത് ബുദ്ധിമുട്ടായിരിക്കും. ചോദ്യം സത്യം പറയാൻ കേട്ടില്ല. ആ ആ ഇപ്പം ഞാൻ ചെയ്തൊരു പടം മനുഷ്യ എന്നാണ് പടത്തിൻ്റെ പേര്. വെട്രിമാരനാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അതിപ്പോഴും സെൻസർ ഇഷ്യൂ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞത്, എനിക്ക് പറയാൻ പറ്റുന്ന കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞ 64 കട്ട് വേണം എന്ന് ആദ്യം പറഞ്ഞിരുന്നു. പിന്നെ അവർ കോർട്ടിലത് ചാലഞ്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും 34 14 10 അങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് ഒരുപാട് പ്രാവശ്യം ഒരു കോടതി കയറി ഇറങ്ങി അവസാനം ജഡ്ജി പടം കാണേണ്ടി വന്നു. ജഡ്ജി പടം കണ്ടിട്ട് പറഞ്ഞതിനകത്ത് കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട് 2 കട്ട് മതി. സോ ബേസിക്കലി ഒരു സെൻസർ ബോർഡ് ഉണ്ടാവുമല്ലോ, ഈ സെൻസർ ബോർഡ് പറയും ഇത്ര സ്ഥലത്ത് വേണം. അവർക്ക് കുറേ മാനദണ്ഡങ്ങളുണ്ടാവും അവർ നോക്കേണ്ടത്. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിച്ച്, ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിച്ച് അതിൻ്റെ അടിയിൽ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് ഉണ്ടോ, അങ്ങനെ ഇതൊക്കെ റെഫറൻസ് ഇങ്ങനെ തരും, ഇന്ന തന്നെ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത്. അത് അവർ ചെയ്യുന്നത് അവരുടെ ജോലിയായിരിക്കാം, അല്ലാതെ അവർ പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഒരു സിനിമയോടോ ഒരു പ്രത്യേക സമുദായത്തോടോ ഉള്ള പ്രശ്നം അങ്ങനെയൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും ഇന്ന ഫോർമാറ്റ് ചെക്ക് ചെയ്യണം എന്നുള്ളത്. ഇത് പണ്ട് തൊട്ടേ ഉണ്ട്. പണ്ട് ഇപ്പോൾ ഒരു പ്രത്യേക പാർട്ടി വന്നിട്ടുള്ളതല്ല. അന്ന് അവരുടെ അജണ്ടാസ് ഉണ്ട്, ഇന്ന് ഇവരുടെ അജണ്ടാസ് ഒക്കെ ഉണ്ടാവും. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല. എൻ്റെ അഭിപ്രായത്തിൽ മൂവി മേക്കിംഗ് ഭയങ്കര അണപ്പോളജറ്റിക്കലായിരിക്കണം എന്നെനിക്കൊരു തോന്നലുണ്ട്. മൂവി മേക്കിങ്ങും സിനിമ പറയലും അങ്ങനെ ഒരു മൂവി മേക്കിംഗ് ഉണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. പറയാൻ പറ്റുന്ന, കാണിക്കാൻ പറ്റുന്ന വിഷ്വൽസും എല്ലാം എല്ലാ തരത്തിലുള്ളതും അത് ഭയങ്കര രസമാണ്. അങ്ങനത്തെ സിനിമകൾ കാണാനും അങ്ങനത്തെ ഓഡിയൻസ് ഉണ്ടാവുന്നത് ഭയങ്കര രസമാണ്. അതുകൊണ്ടായി വരും. വേറെ ഇതിക്കുള്ള ഇപ്പം എന്താ പറയുക, ബേസിക്കലി ഞാനൊരു എന്താ പറയുക ഭയങ്കര വയലൻസിൻ്റെ സിനിമകളുടെ ഫാനല്ല. കാരണം അങ്ങനത്തെ സിനിമകൾ മോശമെന്നല്ല, അങ്ങനത്തെ ഒരു സിനിമകളുടെ ഫാനല്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഇതിനു മുന്നേ ഇവിടെ ഇറങ്ങിയിട്ടുള്ള പടങ്ങളിൽ നന്നായിട്ട് കളക്ട് ചെയ്തിട്ടുള്ള പടങ്ങൾ, വയലൻസ് ഉള്ള പടങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി അത് കുറച്ച് ദിവസത്തേക്ക് എനിക്ക് കുറച്ച് ട്രോമ തരുന്നൊരു ഒക്കെയായിരുന്നു. അപ്പോൾ അത് ഓരോരുത്തരുടെ ചോയ്സാണ്. അത് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഈ സിനിമ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടിരുന്ന് കണ്ട് ചിരിച്ച് കണ്ട് സന്തോഷിച്ച് ഇറങ്ങിപ്പോകാൻ പറ്റുന്ന, സന്തോഷം ഇൻ ദ സെൻസ് എൻ്റർടൈൻമെൻ്റ് ആണത്. അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ള് ഒരു കോമഡി മൂവി അല്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് വേറെ പല പല ഇമോഷൻസിലൂടെ കടന്നു പോകുന്നൊരു സിനിമയാണ്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ട്രാക്കുണ്ട്, ഇമോഷൻസ് പറയുന്നുണ്ട്, നല്ല രീതിയിൽ ഡ്രാമയുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം പറഞ്ഞ പോലെ തന്നെ എല്ലാം സിറ്റുവേഷനാണ്. കോമഡി പറയാൻ വേണ്ടിയിട്ട് കൗണ്ടർ അടിച്ച് അങ്ങനത്തെ ഒന്നുമില്ല ഇതിനകത്ത്. ഓരോരുത്തരുടെ അവസ്ഥയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറ്റിക്കപ്പെട്ട ഭർത്താക്കന്മാരുടെ അവസ്ഥ നമുക്ക് കാണുമ്പോൾ ഭയങ്കര തമാശയായിട്ട് തോന്നും.
അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സിനിമയാണ്. അപ്പോൾ എന്തായാലും ഈ നേരത്തെ പറഞ്ഞ പോലെ വയലൻസ് മൂവി കണ്ടിറങ്ങി വരുന്ന ഒരു മൂഡായിരിക്കില്ലേ ഈ പടം കണ്ടിറങ്ങി വരുമ്പോൾ? ചോദിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ചിരി വരുന്നില്ലേ? ചോദിച്ചിട്ട് ചിരിക്കുക. അപ്പം അതൊന്നുമില്ല. അല്ല, വേറൊരു കാര്യം, ഇതിനകത്ത് നിഖിലയുടെ പെർഫോമൻസ് ഭയങ്കര രസമാണ്. ഇതിനകത്ത് ഒരുപാട് ഇമോഷൻസിലൂടെ നിഖില കടന്നു പോകുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു ആദ്യം നമുക്കൊരു കള്ളിയായിട്ട് തോന്നാം, അതുപോലെ തന്നെ വേറെ ഭയങ്കര ഡെപ്തുള്ള ഇമോഷൻസിലൂടെ നിഖിലയുടെ ക്യാരക്ടർ കടന്നു പോകുന്നുണ്ട്. ഇതെല്ലാം ഇത്രയ്ക്കധികം ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന നിഖിലയുടെ ക്യാരക്ടർ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാണിക്കാം. ഉണ്ടാവാം. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ മറ്റേ മാച്ചോ വുമൺ അങ്ങനത്തെ ക്യാരക്ടറൊന്നുമല്ല. പക്ഷേ പറഞ്ഞില്ലേ, അതിന് നമ്മൾ അതായത് കല്യാണം കഴിച്ച് പറ്റിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയണത്. അല്ലാണ്ട് കല്യാണം കഴിച്ച് മറ്റേ നന്നായി ജീവിച്ചിട്ട് പിന്നെ ഇതായി പോയി അങ്ങനെയല്ല. കല്യാണം കഴിച്ച് പറ്റിക്കുന്നു എന്ന് പറയുന്നതാണ്. ഇന്നലെ ഞാനിങ്ങനെ ഏതോ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇതിൻ്റെ ഇങ്ങനെ കണ്ടു. അതായത് ഇതൊക്കെ ഒരു തൊഴിലാണെന്നാണ് പറയുന്നത്. അതൊരു തൊഴിലായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഈ പറയുന്ന പോലെ കള്ളൻ എന്ന് പറയുന്ന തൊഴിൽ, മോഷണം എന്ന് പറയുന്നത് അവർക്ക് തൊഴിലാണ്. നമ്മളതിന് അതൊക്കെ ഇപ്പോൾ ഒരു തൊഴിലാണെന്ന് വെച്ചാൽ അതും തൊഴിലാണ്. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യം ഇത് തൊഴിലാണ്. ഇപ്പം ഓൺലൈൻ മീഡിയ പറയുന്നത് അവരൊരു തൊഴിലായിട്ടാണ് ചെയ്യണത്. അപ്പം എനിക്കിപ്പം എന്താ പറയുക, അതൊരു നല്ല കാര്യമല്ല എന്ന് തോന്നിയാൽ പോലും അവർ ചെയ്യുന്നത് അവർക്ക് തൊഴിലാണ്. അപ്പം അല്ലേ, അപ്പം അവർ ചെയ്യുന്ന കാര്യം അവർക്ക് തൊഴിലായിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാം തൊഴിലാണ്. അപ്പം ഇതിനെയും അങ്ങനെ അതൊരു തൊഴിലായി ചെയ്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടി എന്ന് പറയുന്നതാണ് 100% പ്രൊഫഷണൽ. ആരാ ചോദിച്ചത്? ആര്? കല്യാണം നിനക്കെന്താ തോന്നണത്? അപ്പം അതന്നെ, നിനക്കെന്ത് തോന്നുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. ഓരോരുത്തർക്കും എന്ത് തോന്നുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. എനിക്കെന്ത് തോന്നുന്നു എന്നുള്ളത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നിനക്കെന്ത് തോന്നുന്നു എന്നുള്ളത് നിനക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത്ര ഇത്ര നേരിട്ട് ഞാൻ അതല്ലേ പറയണേ. ട്രെയിലറിലും ഉണ്ട് കല്യാണ തട്ടിപ്പ് നടത്തി പറ്റിക്കുന്ന പെൺകുട്ടി എന്നുള്ളതാണ്. വാഴി മലയാളത്തിൽ വേറെ വാഴയുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞ വാഴി. ഇല്ല, അങ്ങനെയല്ല. അപ്പോൾ അതെല്ലാം ഇപ്പം ഞാൻ തമിഴാണ് മലയാളം കഴിഞ്ഞാൽ ചെയ്യുന്നൊരു ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ തമിഴിൽ എനിക്കിങ്ങനെ ഭയങ്കര റഷല്ല, ഒരുപാട് സിനിമകൾ ചെയ്യണം എന്നുള്ളതില്ല. ഇപ്പം ഭയങ്കര നല്ല രസമുള്ള ക്യാരക്ടേഴ്സ് വരുമ്പം ചെയ്യാന്നുള്ളതുണ്ട്. മലയാളത്തിൽ സിനിമകൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ അങ്ങനെ അവിടെ ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് വരുന്ന ക്യാരക്ടേഴ്സിൽ നല്ലതാണ്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്ന ക്യാരക്ടേഴ്സാണ് ചെയ്യുക. ഇപ്പോൾ വാഴ എന്ന് പറയുന്ന സിനിമയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് പോലത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് അതിന് ഇത്രയും അപ്രിസിയേഷൻ വരുന്നത്. മറ്റേതിലൊക്കെ ചിലപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവാന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഇതുപോലത്തെ പെൺകുട്ടികളുണ്ടാവുമോ എന്നുള്ളതൊക്കെ തോന്നാം. ചിലപ്പോൾ പെണ്ണ് കേസിലാണെങ്കിലും ചിലപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നാം എന്നുള്ളതുകൊണ്ട് ചിലപ്പം അങ്ങനെ അഭിപ്രായങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എന്നെ സംബന്ധിച്ച് പലതരത്തിലുള്ള ആൾക്കാർ ജീവിക്കുന്നൊരു സമൂഹമാണ് നമ്മുടെ. നല്ലത് മാത്രം കാണിച്ചാൽ അല്ല, എല്ലാ ഇതും
നമ്മൾ അറിയണം എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് എനിക്ക് തോന്നിയത്. അതാണ് എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത്. കാരണം ഇതിലെന്താണ് പുതിയതായിട്ടെന്ന് ചോദിച്ചാൽ കല്യാണ തട്ടിപ്പ് നടത്തുന്ന ഒരു പെൺകുട്ടിയുടെ കഥ നമ്മൾ കേട്ടിട്ടില്ല ഇതിനു മുന്നേ എന്നുള്ളതായിരുന്നു എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം. പ്രേക്ഷകരോട് തിയേറ്ററിൽ വന്ന് കാണുക, നിങ്ങൾക്ക് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. അപ്പം നല്ല സിനിമയായിരിക്കും എന്ന് ഇത്രയ്ക്കേ പറയാനുള്ളൂ. കണ്ടിട്ട് അഭിപ്രായം പറയാം. താങ്ക് യു.